ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപുകളിൽ ഒന്നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ദ്വീപിന്റെ പേര് കൽപ്പത്തി എന്നാണ്. ലക്ഷദ്വീപിലെ അഗാത്തിയിൽ നിന്ന് 20 മിനിറ്റ് ബോട്ടിൽ വന്നാൽ എത്തുന്ന സ്ഥലമാണ്. 3 കിലോമീറ്റർ മാത്രമുള്ള ഈ ദ്വീപ്. ഇവിടെ ആൾതാമസമില്ല. ഇതിന്റെ അടുത്ത് ഇവിടെ ചരിത്ര പ്രസിദ്ധമായ ബി കുഞ്ഞമ്പാറ എന്ന കേവ് ഗുഹ ഇവിടെയാണ്. സാധാരണ എയർ ആംബുലൻസ് മാത്രമേ ഉള്ളൂ. സാധാരണ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെയാണ് ഫ്ലൈറ്റുകൾ വരുന്നത്. വളരെ ഇതായിട്ടുള്ള വിമാനത്താവളമാണ് അഗാത്തിയിൽ. അഗാത്തിയിലൂടെ മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും മനോഹരമായ വെള്ളം, മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ ആൾതാമസമില്ല. പക്ഷെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവികളെ ഇവിടെ കാണാം. ക്രാബ്, ഞണ്ട്, അതുപോലെ അത് വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഞണ്ടുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് ജീവികൾ, കടൽ ജീവികൾ, പവിഴപ്പുറ്റ്, അതുപോലെ തന്നെ കടലാമ, വലിയ കടലാമകളുണ്ട്. അതിന്റെ പിക്ചറുകൾ പലയിടത്തും. ഇവിടെ കടലാമയെ പിടിക്കാൻ പാടില്ല. വലിയ തരത്തിലുള്ള 100 കണക്കിന് വർഷമായിട്ട് ജീവിക്കുന്ന കടലാമകൾ നിറഞ്ഞ കടലാണിത്. സ്വാഭാവികമായിട്ടും ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഇത് സർക്കാർ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള വളരെ പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒന്നും എടുത്തുകൊണ്ടുപോകാൻ പാടില്ല. ആ രീതിയിലുള്ളതാണ്. കൽപ്പറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ്റെതനുസരിച്ചുള്ള ഇതിന് യഥാർത്ഥ പ്രാധാന്യം കൈവരുന്നത് ഒരു തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഇതായിട്ടുള്ള ലക്ഷദ്വീപ് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി വളരാൻ പോവുകയാണ്. തന്ത്രപ്രധാനമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് അപ്പുറത്ത് മാലദ്വീപ്സ് ആണ് നിൽക്കുന്നത്. മാലദ്വീപ്സിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയുകയും ചൈന അവിടെ പിന്തുണയോടെ കയറുകയും ചെയ്തോടെ ലക്ഷദ്വീപിന് വലിയ പ്രാധാന്യം കൈവരുന്നു. ലക്ഷദ്വീപിൽപ്പെട്ട മിനിക്കോ 50 കിലോമീറ്റർ മാത്രം ദൂരെയാണ് മാലദ്വീപിൽ. ഈ പ്രദേശങ്ങൾ മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല കൂടി ഇന്ത്യൻ സർക്കാരിനുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വെറും 200-250 കിലോമീറ്റർ യാത്ര ചെയ്താൽ കേരളത്തിലെത്താം. അതുകൊണ്ട് തന്നെ ഈ മേഖല മുഴുവൻ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇതിനെ കാണുന്നത്. താങ്ക് യു.